കഴിഞ്ഞ ദിവസമാണ് 2020 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലെ NDAയുടെ ഭാഗമാകാൻ തീരുമാനിച്ചത്. തന്റെ കഴിഞ്ഞ 3-4 മാസങ്ങളായി നടക്കുന്ന രഹസ്യ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അതിന് ചുക്കാൻ പിടിച്ചത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. ഒപ്പം തന്നെ 2020യുടെ ചെയർമാൻ സാബു എം ജേക്കബ് അവർ തമ്മിൽ നടത്തിയ ചർച്ചകൾ ഒക്കെ തന്നെയാണ് NDA പ്രവേശനത്തിന് വഴിയൊരുക്കിയത്. മാത്രവുമല്ല, 2 ആഴ്ച മുൻപ് കേരളത്തിൽ എത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ടും സാബു എം ജേക്കബ് സംസാരിക്കുകയും അതിനുള്ള നീക്കങ്ങൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്തായാലും ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് രാജീവ് ചന്ദ്രശേഖറും ഒപ്പം തന്നെ സാബു എം ജേക്കബും ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള NDA പ്രവേശനം സ്ഥിരീകരിച്ച ഒരു പ്രസ്താവന നടത്തിയത്. എന്തായാലും NDAയിലേക്കുള്ള 2020യുടെ പ്രവേശനം അത് ആർക്കെങ്കിലും ഗുണകരമാകുമോ എന്നുള്ള കാര്യത്തിൽ വലിയൊരു സംശയം പൊതുസമൂഹത്തിൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഉയരുന്നുണ്ട്. 2020യെ സംബന്ധിച്ച് അവരൊരു പ്രാദേശികമായിട്ടുള്ള ഒരു പ്രസ്ഥാനം മാത്രമല്ല, അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ഒരു പ്രതിഭാസം മാത്രമാണ്. നമുക്കറിയാം, കുന്നത്തുനാട് പോലെയുള്ള കിഴക്കമ്പലം പോലെയുള്ള ചില പ്രദേശങ്ങളിലാണ് അവർക്ക് അവരുടെ ശക്തിയുള്ളത്. ഇത്തരമൊരു പ്രസ്ഥാനം അവർ 10 വർഷം മുൻപ് രൂപീകരിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും ലക്ഷ്യങ്ങൾ തങ്ങൾക്കില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പിന്നീട് 2015 അവർ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഈ പറയുന്ന കേരളത്തിലെ അല്ലെങ്കിൽ സാമ്പ്രദായികമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരേപോലെ വിമർശിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് തങ്ങൾക്ക് ബന്ധമില്ല. നേരത്തെ ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയൊക്കെ തന്നെ രൂപം കൊണ്ടതുപോലെ തങ്ങൾക്ക് ഒരു അസ്തിത്വം ഉണ്ടാകും. കൺവെൻഷണൽ ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ വ്യത്യസ്തമായിട്ടുള്ള നീക്കങ്ങളായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങളായിരിക്കും തങ്ങൾക്കുണ്ടാവുക. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് തങ്ങൾ ചേരില്ല എന്നാണ് അന്ന് ഈ പറയുന്ന 2020യുടെ ചെയർമാനായിട്ടുള്ള സാബു എം ജേക്കബ് പറഞ്ഞിരുന്നത്. എന്നാൽ അതൊക്കെ തന്നെ വിഴുങ്ങിക്കൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഒരു പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 2015 അത്തരത്തിലൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടന രൂപം കൊള്ളുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത് എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങളിലെ കോൺഗ്രസിനെയാണ്. ഇപ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമായിട്ട് ഈ 2020യുടെ NDA പ്രവേശനം മാറുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കാരണം അന്ന് 2020 രൂപീകൃതമായപ്പോൾ 2020ലേക്ക് പോയ വോട്ടുകളിൽ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന ന്യൂനപക്ഷ വോട്ടുകളാണ്. അത് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളൊക്കെ തന്നെയായിരുന്നു. അതാണ് കുന്നത്തുനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് തിരിച്ചടിയായി മാറിയത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള ഏതാണ്ട് 3-4 പഞ്ചായത്തുകളിൽ 2020 ഭരണത്തിലേറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ വരെ 3 സീറ്റുകൾ പിടിച്ചു. പലയിടങ്ങളിലായിട്ട് 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ഡിവിഷനുകളിൽ വിജയിക്കാൻ അവർക്ക് സാധിച്ചു. എന്നാൽ 2026 തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിലവിൽ അവർക്ക് ഭരണത്തിലുണ്ടായിരുന്ന 2 പഞ്ചായത്തുകൾ അവർക്ക് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജില്ലാ പഞ്ചായത്തുകളിൽ ഒരു സീറ്റ് പോലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. ബ്ലോക്ക് പഞ്ചായത്തുകളിലും അംഗങ്ങളുടെ എണ്ണം താരതമ്യേന കുറവായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും NDAയിൽ ചേരാനുള്ള 2020 ചെയർമാന്റെ തീരുമാനത്തോട് 2020യിലെ പല ജനപ്രതിനിധികൾക്കും അല്ലെങ്കിൽ പ്രവർത്തകർക്കും വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനോട് കടുത്ത അമർഷമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ 2020ക്ക് ഒരു കൗൺസിലർ ഉണ്ട്. റിനി തോമസ് എന്നാണ് അവരുടെ പേര്. അവര് ഇന്ന് ഈ 2020യുടെ തീരുമാനത്തിനെതിരെ ശക്തമായ വിമർശനവുമായിട്ട് രംഗത്തെത്തി. തങ്ങളോട് ആലോചിക്കാതെയാണുള്ള തീരുമാനമാണിത്. ഇതൊരിക്കലും തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഒരു പാർട്ടിയോടും ചേരില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രസ്ഥാനം രൂപം കൊണ്ടത്. അതുകൊണ്ട് തന്നെ BJPയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള നീക്കത്തെ തങ്ങൾ ചെറുക്കും. അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നഗരസഭാ കൗൺസിലർ പറയുകയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ പ്രതികരണത്തിൽ പറയുന്നുണ്ട്, തങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന്റെ അനുഭാവികളാണ്. അങ്ങനെ കോൺഗ്രസിന്റെ അനുഭാവികളായിട്ടായിരുന്നവരൊക്കെ തന്നെയാണ് ഈ 2020യിലേക്ക് വരികയും അവരുടെ ജനപ്രതിനിധികളായിട്ട് മാറുകയും ഒക്കെ തന്നെ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ 2020 BJPയിലേക്ക് അല്ലെങ്കിൽ BJPയോടൊപ്പം ചേരുന്ന ഒരു സഖ്യമുണ്ടാക്കിക്കൊണ്ടുള്ള ഒരു NDAയിലേക്കുള്ള പ്രവേശനം അത് ദഹിക്കാത്ത 2020യിലെ നിരവധി പ്രവർത്തകരുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ തിരികെ കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കൗൺസിലർ ഉൾപ്പെടെ 2020യിൽ നിന്നും കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് അവിടെ മാത്രം ഒതുങ്ങില്ല. ഇപ്പോൾ 2020 ഭരണത്തിലുള്ള പഞ്ചായത്തുകൾ ഉൾപ്പെടെ പല ജനപ്രതിനിധികളും ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 2020യുടെ ഒരു വോട്ട് ബാങ്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ജനപ്രതിനിധികളിൽ ഭൂരിപക്ഷവും എന്ന് പറയുന്നത് ഈ ക്രൈസ്തവ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളോട് BJP ദേശീയ തലത്തിൽ ഉൾപ്പെടെ കാണിക്കുന്ന ഒരു സമീപനം നമുക്കറിയാം. ന്യൂനപക്ഷങ്ങൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷിതത്വം നൽകാത്ത BJP ഭരണത്തിന് കീഴിൽ, NDA ഭരണത്തിന് കീഴിൽ അരക്ഷിതരായി മാറിയിരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനവുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള 2020യുടെ നീക്കം അത് തങ്ങൾക്ക് അംഗീകരിക്കാനാകില്ല എന്നാണ് നിലവിൽ
ട്വന്റിയുടെ അനുഭാവികളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്തും വിലയ്ക്ക് വാങ്ങാൻ കഴിയുമെന്ന ഒരു വിചാരമാണ് സാബുവും ജേക്കബിനുള്ളത്. അദ്ദേഹത്തിന് ബിസിനസ്സാണ് അദ്ദേഹത്തിന്റെ ആത്യന്തികമായിട്ടുള്ള മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ BJP പോലൊരു പാർട്ടിക്കൊപ്പം ചേർന്ന് നിന്നാൽ മാത്രമേ തന്റെ ബിസിനസ് തഴച്ചു വളർന്ന് അത്തരത്തിൽ ബിസിനസ്സും ഒക്കെ തന്നെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിലവിലെ സാഹചര്യത്തിൽ സാബുവും ജേക്കബിന് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് BJPക്കൊപ്പം പോയിരിക്കുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല എന്ന് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെ പറയുന്നുണ്ട്. BJPയും ഈ പറയുന്നത് പോലെ വലിയ എന്തോ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് 2020യുമായിട്ട് ചേർന്നിരിക്കുന്നത്. ഒന്നും ചേർന്നാൽ രണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് BJPയും 2020യും ഉള്ളത്. എന്നാൽ രാഷ്ട്രീയത്തിൽ ഒന്നും എന്നത് രണ്ടല്ല എന്നത് പല കാലത്തും നമ്മൾക്ക് മുന്നിൽ തെളിഞ്ഞിട്ടുള്ള ഒരു വസ്തുതയാണ്. നിലവിൽ കുന്നത്തുനാട്ടിലാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ 2020ക്കുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഏതാണ്ട് 40,000 വരെ വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് അവർക്ക്. BJPക്ക് അവിടെ 10,000 വോട്ടുകളുണ്ട്. എന്നാൽ BJPയുമായി ചേർന്ന് ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ടുകൾ കിട്ടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഈ ന്യൂനപക്ഷങ്ങളെല്ലാം അവരിൽ നിന്നും അകലുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവര് ഏതാണ്ട് 1 ലക്ഷം വോട്ടുകൾ പിടിച്ചു. BJPക്കും സമാനമായ രീതിയിൽ 1 ലക്ഷം വോട്ടുകളുണ്ട്. അപ്പോൾ തങ്ങൾ ചേർന്ന് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ശക്തി പ്രകടിപ്പിക്കാൻ കഴിയും, ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്നൊക്കെയാണ് ഈ BJPയും ഒപ്പം തന്നെ 2020യും കരുതുന്നത്. ഒപ്പം തന്നെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ അവർക്ക് ശക്തിയുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ വൈപ്പിൻ നിയമസഭാ മണ്ഡലം, അങ്ങനെ മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള ഏതാണ്ട് 8 നിയമസഭാ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ തവണ ഇവർ മത്സരിച്ച് തങ്ങളുടെ ശക്തി പ്രകടിപ്പിച്ചത്. അവർക്ക് ഏതാണ്ട് 15% വോട്ടുകൾ ഒറ്റയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ BJPയുമായി ചേർന്ന് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അവർക്ക് എത്ര വോട്ടുകൾ നേടാൻ കഴിയും എന്നത് നമുക്ക് സംശയമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരിൽ ഭൂരിഭാഗവും ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളാണ്, ക്രൈസ്തവ വിഭാഗങ്ങളാണ്, ഒപ്പം തന്നെ കുറച്ച് മുസ്ലിം വിഭാഗങ്ങളുമുണ്ട്. അവരൊക്കെ തന്നെ ഈ ഒരു സഖ്യത്തെ, ഈ ഒരു കൂട്ടുകെട്ടിനെ ഏത് വിധത്തിലും അംഗീകരിക്കില്ല, ഒരു വിധത്തിലും അംഗീകരിക്കില്ല. ഏത് വിധത്തിലും അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരാനുള്ള ഒരു കാഴ്ച നമുക്ക് വരും ദിനങ്ങളിലും കാണാൻ കഴിയും. അതിന്റെ ചില തുടക്കങ്ങളാണ് ഈ പറയുന്ന തൃക്കാക്കരയിലെ നഗരസഭാ കൗൺസിലറുടെ പ്രതികരണത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. മറ്റു പലരും നേതാക്കളും പറയുന്നത് തങ്ങളെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, തങ്ങളോട് ആലോചിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തത് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിനങ്ങളിൽ കൂടുതൽ കുഴിഞ്ഞുപോക്കുകൾ 2020യിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. അങ്ങനെ 2020 NDAയിലേക്ക് ചേർന്ന ഒരു തീരുമാനം അത് തങ്ങൾക്ക് വിനയാകും, അല്ലെങ്കിൽ തിരിച്ചടിയായി എന്ന് വളരെ താമസിയാതെ തന്നെ സാബുവും ജേക്കബിന് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ അവരെ ആം ആദ്മി പാർട്ടിയുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിച്ചതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ. എന്നാൽ അതൊന്നും തന്നെ വർക്കൗട്ട് ആയില്ല. ഇപ്പോൾ അവർ തങ്ങൾക്കൊരു നിലനിൽപ്പിന് ഒരു മുന്നണി വേണമെന്നൊരു തിരിച്ചറിവിലേക്ക് അവരെത്തുകയാണ്. അതിന് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ തോൽപ്പിക്കാൻ, തങ്ങളെ ഉന്മൂലനം ചെയ്യാനായിട്ട് പാർട്ടികളൊക്കെ തന്നെ ഒറ്റക്കെട്ടാൻ നിന്നു എന്നതാണ്. അങ്ങനെയൊന്നുമല്ല യാഥാർത്ഥ്യം. 2020യോടുള്ള ജനങ്ങളുടെ ഒരു എതിർപ്പാണ് അവരെ പലയിടങ്ങളിലും തോൽപ്പിച്ചത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ പറയുന്ന BJPക്കൊപ്പം പോയി കഴിഞ്ഞാൽ, വർഗീയ ശക്തികളോടൊപ്പം പോയി കഴിഞ്ഞാൽ തങ്ങളുടെ വോട്ട് ബാങ്ക് ഇല്ലാതാകുമെന്നുള്ള തിരിച്ചറിവ് ഈ പറയുന്ന സാബുവും ജേക്കബിന് ഇല്ലാതെ പോയി എന്നത് ഏറെ ഖേദകരമായ കാര്യമാണ്.